എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളറിയാത്ത ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ആ ബോക്സ്, കാലിയായ ബോക്സ് പൈലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളറിയാതെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ആ വ്യക്തിയുടെ പെരുമാറ്റങ്ങളിൽ നിന്നും, ആ വ്യക്തിയുടെ സമ്പ്രദായങ്ങളിൽ നിന്നും, ആ വ്യക്തിയുടെ വാക്കുകളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് അങ്ങനെ എന്തോ ഒന്ന് ഫീൽ ചെയ്യുന്നു. ആ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ എന്തോ ഒന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില പ്രതികരണങ്ങൾ, ചില പ്രതിസന്ധികൾ, ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ വ്യക്തി തീർച്ചയായിട്ടും അതിശക്തമായ ഒരു മനോവികാരത്തിലൂടെ കടന്നു പോവുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ സത്യമല്ലാത്ത, അല്ലെങ്കിൽ യഥാർത്ഥത്തിലില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ആ വ്യക്തി അതിനെ ഭയപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ആ കാര്യങ്ങൾ ആ വ്യക്തിയുടെയോ നിങ്ങളുടെ ജീവിതത്തിലെയോ ഒരു പരിവർത്തനങ്ങളോ മാറ്റങ്ങളോ അത് പോസിറ്റീവായും നെഗറ്റീവായും ഉണ്ടാക്കില്ല. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ ചില ആശങ്കകൾ ഉണ്ടാകുകയാണ് ചില കാര്യത്തെക്കുറിച്ച് ആലോചിച്ച്. ഏത് കാര്യത്തെക്കുറിച്ചാണോ ആ വ്യക്തി ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്, ആശയക്കുഴപ്പത്തിലാവുന്നത്, വിഷമം ഉണ്ടാവുന്നത്, ദുഃഖം ഉണ്ടാവുന്നത്, ഭയപ്പെടുന്നത്, ആ കാര്യം സത്യത്തിൽ ഒന്നുമില്ല. പക്ഷേ ആ വ്യക്തി നിങ്ങളോട് പറയുന്നില്ല. നിങ്ങളോട് ഒരു മാത്രം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളത് സോൾവ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് വിങ്ങിപ്പൊട്ടുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ബാധിക്കുകയാണ്. ആ വ്യക്തിക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ മനസ്സിൽ അതൊരു വിഷമമായി മാറുകയാണ്, അതൊരു ദുഃഖമായിട്ട് മാറുകയാണ്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഉള്ളിൽ അത് ദുഃഖമായിട്ടും വിഷമമായിട്ടും ആശങ്കയായിട്ട് മാറുകയാണ്. യഥാർത്ഥത്തിൽ ഒന്നുമല്ലാത്തൊരു പ്രശ്നത്തെ ആ വ്യക്തി ഭയപ്പെടുകയാണ്. നിങ്ങളോട് ആ വ്യക്തി തുറന്നു പറയാത്തത് ഏതെങ്കിലും കാരണവശാൽ നിങ്ങളതിനെ എതിർക്കുമെന്നോ, നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുമോ എന്നുള്ള ആ വ്യക്തിയുടെ ഭയമാണ് അതിൽ നിന്നുണ്ടാകുന്നത്. ഏത് കാര്യത്തിലായാലും, വ്യക്തിയായാലും സാഹചര്യമായാലും അവസ്ഥയായാലും, വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് അത് ഭയപ്പെടാനുള്ള ഒന്നല്ല. ആ കാര്യത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട. ചില ആളുകൾ ബോധപൂർവം ആ വ്യക്തിയുടെയും നിങ്ങളുടെയൊക്കെ സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് യാതൊരു പ്രസക്തിയില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരു കുഴപ്പവുമില്ല. നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക, ഒന്നും ഭയപ്പെടാനില്ല. ആ വ്യക്തിയോട് പറയുക. മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ എന്താണ് കാര്യമെന്ന് ആ വ്യക്തി പറഞ്ഞേക്കാം. കാര്യം എന്താണെങ്കിലും അത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. നിങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അത് വെറും ഒരു കാഴ്ച വസ്തുവോ അല്ലെങ്കിൽ പറഞ്ഞ് ഉണ്ടാക്കുന്നത് മാത്രമാണ്. അടുത്തതായിട്ട് രണ്ടാമത്തെ കപ്പലിൻ്റെ ചിത്രം പൈലായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ റീഡിങ്ങാണ്. നിങ്ങളറിയാത്തതായിട്ട് ആ വ്യക്തിയുടെ മനസ്സിലൊരു കാര്യമുണ്ട്. നിങ്ങളറിയാത്ത ആ ഒരു കാര്യം പൂർണ്ണമായി നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കാത്ത, വിചാരിക്കാത്തൊരു തലത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അതായത് നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത, ചിന്തിക്കാത്ത ഒരു കാര്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് പുറമേ നിന്ന് വരുന്നു. ഇതുവരെ ആ വ്യക്തിയുമോ നിങ്ങളുമായിട്ട് ബന്ധപ്പെടാത്തൊരു വ്യക്തി, ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മേഖല, ആ മേഖലയിൽ നിന്ന് പോസിറ്റീവായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു നന്മയാണ് വരുന്നത്. അതിനെക്കുറിച്ച് ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കതിനെക്കുറിച്ച് അറിവില്ല. ഒരുപക്ഷെ ആ വ്യക്തിക്ക് അതിനെപ്പറ്റി ചില സൂചനകൾ ലഭിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ വിദേശത്തേക്ക് പോകാനുള്ളൊരവസരം, വിദേശത്ത് നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സംരംഭങ്ങളിൽ നിന്നോ ഒരു പണം ലഭിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു അവസരം ലഭിക്കാനുള്ള അവസ്ഥ, അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നേറാനുള്ള എന്തോ ഒരു നന്മ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നു. അത് വളരെ പോസിറ്റീവായിട്ടാണ് സംഭവിക്കാൻ പോകുന്നത്. അത് പോസിറ്റീവായി സംഭവിക്കുന്നതിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങളുണ്ടാവും. ഒരുപക്ഷെ ആ വ്യക്തിക്ക് അതിനെപ്പറ്റി ഒരു സൂചന മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയുകയാണ്. അതായത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിക്കാൻ പോകുന്നു. അതിൻ്റെ സൂചനകൾ ആ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇതുവരെ അതിൻ്റെ സൂചനകൾ ലഭിച്ചിട്ടില്ല. അതൊരു പക്ഷേ ഒരു ജോലിയാകാം, ഒരു സംരംഭമാകാം, ഒരു വിജയമാകാം, ഒരു കുട്ടി ജനിക്കുന്നതാകാം, ഒരു മംഗല്യമാകാം.
സന്തോഷമുള്ള, അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും ധാരാളം കാലങ്ങളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം സാധിക്കാൻ പോകുന്നു. നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന, ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒന്നായിട്ടത് മാറുകയാണ്. ആ പ്രതീക്ഷ നൽകലിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചിരിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ജീവിതമാണ് വരുന്നത്. ആ വ്യക്തിക്ക് അതിന് സൂചന ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് അറിവില്ല. ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളോട് അറിയിക്കാതിരിക്കുന്നത് അത് കൺഫേം ആയിട്ട് വരാനായിരിക്കാം. പക്ഷെ തീർച്ചയായിട്ടും അത് കൺഫേമാണ്. നിങ്ങളറിയാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാകും. ആ വ്യക്തി മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കും കൂടി സന്തോഷമുള്ള, നിങ്ങൾക്കും കൂടി നന്മയുള്ള, നിങ്ങൾക്കും കൂടി സംരക്ഷണം ലഭിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു നിമിഷമാണ്. അതിലൂടെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും, എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരവസ്ഥയാണ് വരാനുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.